സഹോദരന്മാരെ, ഇന്ന് കണ്ടൊരു പോസ്റ്റാണിത്. വെള്ളം ഇറങ്ങി തുടങ്ങി, ഇനിയുള്ളത് ചളിയാണ്. പരസ്പരം വാരിയെറിയ. കഴിഞ്ഞ കാലങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞതിൽ എത്രയോ സത്യമുണ്ട്. 2018 വെള്ളപ്പൊക്കത്തിൽ കൈമെയ് മറന്ന് ജാതിക്കും രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്തേക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പൊരുതി നമ്മൾ കേരളത്തെ തിരിച്ചു പിടിച്ചു. അന്ന് നമ്മൾ പറഞ്ഞു, ഈ ഐക്യം ഇനി തകരരുത്, ഈ ഐക്യത്തോടു കൂടി തന്നെ നമുക്ക് മുന്നോട്ടേക്ക് പോകണം. ഐക്യം തകർക്കാനായിട്ട് നടക്കുന്നൊരു വിഭാഗമുണ്ട്. കാരണം ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യാനി ഇവരൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അധികാരം കിട്ടൂല, ഭരണത്തിലേറാൻ കഴിയൂല, ഇവിടെ ജയിക്കൂല, രാമരാജ്യമാക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന കടുത്ത ദേശവിരോധികളുണ്ട്. അവർക്ക് ഈ ഐക്യം അത്ര പിടിക്കൂല. ഞാനിത് പറയാനുള്ളൊരു കാരണം എന്താ പറയുക, രണ്ട് പെൺകുട്ടികൾ പോസ്റ്റുമായി വന്നു, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അതിലൊന്ന് ഇടുക്കി എന്നുള്ള ഒരു ഭാവന എന്ന് പറഞ്ഞ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ ഭർത്താവും മുലപ്പാൽ കിട്ടാതെ കരയുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ വയനാട്ടിൽ വന്ന് ആ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഈ ഭർത്താവും ഭാര്യയും. പിന്നെ ഒന്ന് കൊടുവള്ളി ഭാഗത്തു നിന്നാണ് ഒരു ഷബിന എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയായ ഭർത്താവും തയ്യാറാണ്. ഒരു മുസ്ലിം, ഒരു ഹിന്ദു. ഞാനത് രണ്ടും പാടെ പോസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, എത്ര നന്മയാണ് ഈ ചെയ്തത്, ഇതായിരിക്കട്ടെ നമ്മളിവിടെ മാതൃക, ഈ രീതിയിലായിരിക്കണം കേരളം പോകേണ്ടതെന്നൊക്കെ പറഞ്ഞ് ചെയ്തപ്പോഴും നല്ല കമൻറ്റുകളാണ് അതിന് വന്നത്. എല്ലാവരും ലൈക്ക് അടിച്ച് നല്ലൊരു കമൻറ്റുകളാണ് ആ പോസ്റ്റിന് വന്നത്. ഇങ്ങനെ ആവണം. അതിൻ്റെ ഇടയിൽ ഒരു 5-6 കമൻറ്റുകൾ ഞാൻ പരിശോധിച്ച് നോക്കി. ആ കമൻറ്റ് ശക്തമായ ഈ ഐക്യത്തിൽ, അതായത് കടുത്ത സംഖ്യകളോട് ചോദിക്കാതെ ഭാവന അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത്, എന്നിട്ട് ഇവിടെ ഒരു മുസ്ലിം പെണ്ണിൻ്റെ ഒപ്പം കൂടി ഇതിൽ പങ്കാളികളാകുക എന്നുള്ള ആ കടുത്ത എതിർപ്പ് നോക്കണമെങ്കിൽ ഞാൻ ആ കമൻറ്റുകൾ എനിക്കിതിൽ പോസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചതിൻ്റെ രീതി എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അതുകൊണ്ടാണ് അജാതി കമൻറ്റുകളാണ് അതിൽ വന്നത്. വീട്ടിലൊന്നും ആരും ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടാവില്ല ഈ കാരണമൊക്കെ. ഇത് ഈ ഹിന്ദു കുട്ടിക്കൊക്കെ വീട്ടിലൊന്നും ആരും ചോദിക്കാനും പറയാനൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഇറങ്ങിപ്പോയിട്ടാണ്. പിന്നെ വേറൊരുത്തിൻ്റെ കമൻറ്റ് എന്താ, നിങ്ങൾ മുലപ്പാൽ പോകാൻ വേണ്ടി മുലപ്പാൽ ഇവിടെ നമ്മളെടുത്തോണ്ട് മുലപ്പാൽ കൊടുക്കാനും, ഇനി വയനാട് തന്നെ ഉണ്ടാവും മുലപ്പാൽ കൊടുക്കണ പോലെ ഓരാട് കൊടുത്തോളൂ. അതിനിപ്പോൾ ഇവിടുത്തെ ഇടുക്കി നാട് പോവൊക്കെ വേണോ നോക്കണം കളി, ആ മനസ്സ് നോക്കണം കളി. അപ്പോൾ എന്താ അറിയോ, ഒരുമിക്കരുത് ഒരിക്കലും. ഹിന്ദു, മുസ്ലിമും ക്രിസ്ത്യാനും ഒരുമിക്കരുത്. അത് മനസ്സിൽ പ്ലാൻ ചെയ്ത് നടക്കുന്നൊരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന് ഒറ്റപ്പെടുത്തുക. രാഷ്ട്രീയം പഠനമായിക്കോട്ടെ, കോൺഗ്രസ്, CPM, ലീഗ്, ജനതാദള്, SDPI, CPI, ഫോർവേഡ് ബ്ലോക്ക്, അങ്ങനെ ഇന്ത്യൻ ഒരുപാട് പാർട്ടികളുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടായിക്കോട്ടെ. പക്ഷേ മതത്തെ ഉപയോഗിച്ച് രാജ്യം വെട്ടിമുറിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള രാഷ്ട്രീയക്കാരുണ്ടല്ലോ, രാഷ്ട്രീയ പാർട്ടിയല്ല, ജാതി പാർട്ടി, അതിനെ ഒറ്റപ്പെടുത്താൻ എല്ലാവരും ഒറ്റക്കെട്ടാകുക. നമുക്കറിയാം, വാജ്പേയി 5 കൊല്ലം BJPൻ്റെ നാമത്തിൽ, BJP സർക്കാർ വാജ്പേയി 5 കൊല്ലം അവിടെ ഭരിച്ചതാണ്. നമുക്കൊന്നും ഒരു ആശങ്കയില്ല. ഇനി അയാൾ പള്ളി പൊളിക്കാൻ പോയില്ല, മദ്രസ പൊളിക്കാൻ പോയില്ല, ചർച്ച് പൊളിക്കാൻ പോയില്ല, മുസ്ലിങ്ങളെ കല്ലെറിയാൻ പോയില്ല, ക്രിസ്ത്യാനികളെ കല്ലെറിയാൻ പോയില്ല. അയാൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് 5 കൊല്ലം അയാൾ എല്ലാവരും കൂട്ടി സുഖമായിട്ട് ഭരിച്ചു. ആ ഭരണത്തിൻ്റെ നേട്ടങ്ങൾ ഒരുപാട് എടുത്ത് പറയാണ്ട് അതിനൊരു നേട്ടമാണ് പെട്രോൾ പമ്പ്. പണ്ട് ഞാൻ ഈ അരീക്കൂട്ടിൽ നിന്ന് എണ്ണ അടിക്കാൻ മുക്കത്തേക്കോ കൊണ്ടോട്ടിക്കോ പോകണം, ആ അരീക്കോടെ 4 പമ്പായി. അതൊക്കെ അന്ന് അയാൾ കൊണ്ടുവന്ന ആ നിയമത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ്. അങ്ങനെ ആ പ്രശ്നങ്ങൾ അതൊരു പരിധി വരെ, കാരണം നമ്മളൊന്ന് ആലോചിക്കുകയാണ്, ആ വാജ്പേയി വരുന്നതിൻ്റെ മുമ്പുള്ളൊരു കാലഘട്ടമൊക്കെ ഞാൻ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ പെട്രോൾ പമ്പിൻ്റെ സമരമൊക്കെ ഉണ്ടാവും. എന്നിട്ട് പരുത്ത കന്നാസായിട്ട് കൊണ്ടോട്ടിക്ക് പോകും, ഡീസലുമായി പോരാനേ. എത്രയും അതിൻ്റെ പ്രയാസം അറിയുകൾ. അപ്പം ഇന്ന് നിങ്ങളൊന്ന് ആലോചിക്കുകയാണ്, ഏത് ചെറിയ ഗ്രാമത്തിൽ ഏത് റോഡ് സൈഡിലോ പെട്രോൾ പമ്പ് അയാൾ കൊണ്ടുവന്ന നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ്. അയാളെ കൊണ്ട് ഇവിടെ സമുദായങ്ങൾക്കോ ന്യൂനപക്ഷങ്ങൾക്കോ ഒരു പക്ഷങ്ങൾക്കും അയാളെ കൊണ്ട് ഒരു ശല്യമില്ല. ഇനി ഭരിച്ചിരുന്നത് BJP. പക്ഷേ അത് മോദി യുഗത്തിലെത്തിയപ്പം പണ്ട് നമ്മളൊരു ചൊല്ലുണ്ടല്ലോ, മൊല്ലാക്ക നിന്ന് പാത്തിയാൽ കുട്ടികൾ കടന്നു പാത്തും എന്ന് പറഞ്ഞ മാതിരിയാണ്. താൻ വർഗീയതല്ലാതെ മോദി പ്രസംഗിച്ചിട്ടില്ല.
വർഗീയ നിലപാടുകളല്ലാതെ സ്വീകരിച്ചിട്ടില്ല, വർഗീയത വളർത്തുന്ന നിയമങ്ങളല്ലാതെ പാസ്സാക്കിയിട്ടില്ല. അപ്പം മോലിയർ നിന്ന് പാത്തിയാൽ കുട്ടികൾ കടന്നു പാത്തു. അതാണ് ഇവിടെ കാണുന്നത്. അവിടെ അത്തരം വർഗീയത മാത്രം ചുമന്ന് നടക്കുന്നവരെ ഒറ്റപ്പെടുത്തുക. ഇന്ന് നമ്മൾ വീണ്ടും തിരിച്ചുപിടുത്ത ഈ ഐക്യമുണ്ടല്ലോ വയനാട്ടിലൂടെ, കർണാടകത്തിലെ ശിരൂരിലൂടെയും വയനാട്ടിലൂടെയും നമ്മൾ തിരിച്ചു പിടിച്ച ഈ ഒരു ഐക്യമുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു ഐക്യമാണ്. കൺകുളിർക്കെ കാണാൻ കാരണം ആ ഐക്യമുണ്ടല്ലോ കണ്ടിട്ട് കൊതി തീരുന്നില്ല. അപ്പോൾ ആ ഐക്യം നിലനിർത്തണം. ആ ഐക്യം തകർക്കാൻ വരുന്നവരാരായാലും ഓരോ തൂത്തെറിയണം. രാഷ്ട്രീയം ഉണ്ടായിക്കോട്ടെ, രാഷ്ട്രീയം ഓരോരുത്തർ ആശയങ്ങളൊക്കെ പറയാം, എന്നിട്ട് അതിനെതിരെ മത്സരിക്കുക, വോട്ട് പിടിക്കുക, അധികാരത്തിൽ വരിക, നമ്മൾ ഓരോ കാര്യങ്ങളിൽ രാഷ്ട്രീയം ഉണ്ടാകണം നല്ലതാണ്. പക്ഷേ ജാതി രാഷ്ട്രീയം വേണ്ട, അതെപ്പോഴും എടുത്തു കളയണം. അത് വിഷാണെന്നുള്ളത് കഴിഞ്ഞ 8-10 കൊല്ലം കൊണ്ട് തെളിയിച്ച് കഴിഞ്ഞു. മനസ്സിലായില്ല? അത് തനി വിഷ. പിന്നെ ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ 2014 മോഡി വന്നതിനോട് കൂടിയിട്ട് എന്തെല്ലോ മാറ്റങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായതെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഇവർ വിചാരിച്ചു കൊടുക്കുന്നത് എന്താ പറയുമോ, 2014 വന്നതിൻ്റെ ദിവസം ഇന്ത്യൻ ഉണ്ടായത് വിചാരിച്ചു. ഇവരൊക്കെ പറയുന്നത് പട്ടാളമൊക്കെ ഉണ്ടായത് 2014 മോദി വന്നതിൻ്റെ ദിവസമാണ് പട്ടാളം ഉണ്ടായത്, സൈന്യം ഉണ്ടായത്, പട്ടാളത്തിൻ്റെ കയ്യിൽ തൂക്കൊടുത്തത്, സൈന്യത്തിൻ്റെ കയ്യിൽ തൂക്കൊടുത്തൊക്കെ 2014 മോദി വന്നതിൻ്റെ ശേഷം എന്നൊക്കെ തോന്നും. പിന്നെ വർത്താനം കേട്ടാൽ ഇതിൻ്റെ മുമ്പൊന്നും ഇവിടെ പട്ടാളം ഇല്ലേനി, യുദ്ധം ഇല്ലേനി, ഇന്ത്യൻ്റെ അതിർത്തി ഒന്നും കാത്തില്ലേനി എന്നൊക്കെ വിചാരിച്ചു ഇവരൊക്കെ വർത്താനം കേട്ടാൽ. അപ്പോൾ പലപ്പോഴും ഞാൻ ഒറ്റക്കന്നെ ഇരുന്ന് കാണ്ട് പല ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ചെറുക്കണ്ട് ഞാൻ വീഡിയോയിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇവരെ വർത്തമാനങ്ങളൊക്കെ പട്ടാളങ്ങളൊക്കെ ഇന്നലെ വന്നാണ് വിചാരിച്ചു. ഇവിടെ നമ്മൾ എത്രയോ യുദ്ധങ്ങൾ കണ്ട്, എത്രയോ അതിർത്തികൾ സംരക്ഷിച്ച, പട്ടാളക്കങ്ങളെ ആദരിച്ച, അങ്ങനത്തെ എത്രയോ സംഭവങ്ങൾ നമ്മൾ കഴിഞ്ഞു പോയതാണ്. ഇവരെ ഈ വാർത്തകൾ കേട്ട് കഴിഞ്ഞാൽ വിചാരിച്ചു മോദി പട്ടാളത്തിനേറ്റാ ഗുജറാത്തിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടി എറിയുള്ളൂ. അപ്പം ഇതാണ് ഇവരുടെ രീതി. പിന്നെ അവരോട് എനിക്ക് പറയാനുള്ളത്, കമൻറ്റിലൊക്കെ ഇങ്ങനെ പറയും എന്താണോ ഭരണത്തിന് കുഴപ്പം, നല്ല ഭരണമില്ല എന്നൊക്കെ. അപ്പോൾ 1-2 കാര്യങ്ങൾ കമൻറ്റിലൂടെ സൂചിപ്പിക്കട്ടോ. 1-2 കാര്യങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. മൻമോഹൻ സിംഗ് ഇറങ്ങി പോകുമ്പോൾ 410 ഉറുപ്പിക ഗ്യാസിന്, അതിന് 1100 മൻമോഹൻ സിംഗ് ഇറങ്ങി പോകുമ്പോൾ 67 ഉറുപ്പിക പെട്രോളിന്, അതിന് 108 മൻമോഹൻ സിംഗ് ഇറങ്ങി പോകുമ്പം 58 ഉറുപ്പിക ഡീസലിന്, അതിന് 98 പിന്നെ ഒരു പവൻ സ്വർണ്ണത്തിന് മൻമോഹൻ സിംഗ് ഇറങ്ങി പോകുമ്പോൾ 18,500, അതിന് 55,000 ഒരു CT100 ബൈക്ക് 100 കിലോമീറ്റർ മൈലേജ് കിട്ടണ ഒരു CT100 ബൈക്ക്, അത് മൻമോഹൻ സിംഗ് ഇറങ്ങി പോകുമ്പോൾ 38,500 അന്ന് ഞാൻ വാങ്ങിയതാണ്. ആ CT100 98,000 കൊടുക്കണം. 1 കിലോ മത്തി അന്ന് 20 ഉറുപ്പിക കിട്ടീനി, ഇന്ന് 1 കിലോ മത്തിക്ക് 300 ഉറുപ്പികയാണ്. 1 കിലോ ചിക്കൻ അന്ന് 27,50 കിട്ടീനി, ഇന്ന് 1 കിലോ ചിക്കന് 146. 1 കിലോ പൊന്നി അരി അന്ന് 16,50 കിട്ടീനി, ഇന്ന് 1 കിലോ പൊന്നി അരിക്ക് 38,50. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചായപ്പൊടി 140, ഇന്ന് 300. വെളിച്ചെണ്ണ 110, ഇന്ന് 290. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എടുത്ത് പറയാൻ. പിന്നെ അന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണൊക്കെ. ഇപ്പം പൗതിയിലേറും. അതായത് ഒരു 40 ഉറുപ്പികക്കോ 43 ഉറുപ്പികക്കേറ്റുമാണ് പെട്രോൾ വരുന്നത്, അതിന് 108 ഉറുപ്പികക്ക് വിൽക്കുകയാണ്. ബാക്കിയുള്ള 60% 70%-ഓളം ടാക്സാണ്. കേരളത്തിൽ ടാക്സാണ് നമ്മൾ കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇതിലൊന്നും ബാധിക്കാനും പറയാനൊന്നും ഇവർ തയ്യാറല്ല. 50 ഉറുപ്പികക്ക് പെട്രോൾ തരും തന്നെയാണ് മോഡി അധികാരത്തിൽ വന്നതും. അതൊന്നും പറയാനൊന്നും ഇവർ തയ്യാറില്ല. നല്ല വികസനം കൊണ്ടുവന്നില്ലേ സുഹൃത്തുക്കളെ? വികസനം പാലും റോഡും കാലാകാലങ്ങളിലായിട്ട് മാറി മാറി വരുന്ന സർക്കാരുകൾ പാലും റോഡും കൊണ്ടുവരും. അതിനൊരു സംശയമില്ല. ഒരു പരിധിവരെ എൻ്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ ആ പാലും റോഡും കൊണ്ടുവരുന്നവർക്ക് കുറച്ച് നല്ല മെച്ചം കിട്ടും. കോൺഗ്രസ് ആയാലും CPM ആയാലും കൊണ്ടുവരുന്ന ആരാണോ കുറച്ച് മെച്ചം കൈമ കിട്ടും. കാരണം അത് കോടിക്കണക്കിന് പദ്ധതി, ഒരു 6 കിലോമീറ്ററൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കോടികളുണ്ട്. 8 കോടി 10 കോടി 20 കോടി നമ്മൾ നല്ല കമ്മീഷൻ കിട്ടും. അപ്പോൾ റോഡും പാലൊക്കെ കാലാകാലങ്ങളിലായിട്ട് എല്ലാവരും കൊണ്ടുവരുന്നതാണ്. മോഡി വന്നതിന് രസമല്ല ഇവിടെ വിമാനം ഉണ്ടായത്, മോദി വന്നതിന് രസമല്ല ഇവിടെ കപ്പലുണ്ടായത്, മോദി വന്നതിന് രസമല്ല ഇവിടെ റെയിൽവേ ഓടി തുടങ്ങിയത്. ഇതൊക്കെ നേരത്തെ ഉണ്ട്, അതൊക്കെ സംരക്ഷിച്ചു പോകുന്നതുമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ആദ്യം ആരെങ്കിലുമൊക്കെ മറ്റേ സംഘപരിവാറിൻ്റെ ഇതിൽ കുത്തുന്ന കാണ്ട് പറഞ്ഞതിൻ്റെയൊക്കെ വിചാരിച്ചാണ്ട് അതന്നെയാണ് നേരും വിചാരിച്ച് നിൽക്കൊന്നും വേണ്ട. പിന്നെ ഒന്നുണ്ട്, മോദി വന്നതിൻ്റെ ശേഷം രാമക്ഷേത്രം ഉണ്ടായി, അത് ശരിയാണ്. അത് നമ്മളെ പട്ടിണി മാറ്റൂലല്ലോ. ഇനിയിപ്പോൾ ബാബരി മസ്ജിദ് പുതുക്കി പണിയാൽ നമ്മളെ പട്ടിണി മാറ്റുമോ? നമുക്ക് തൊഴിൽ കിട്ടുമോ? നമുക്ക് വിദ്യാഭ്യാസം കിട്ടുമോ? ഒന്നും കിട്ടൂലല്ലോ. അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് വസ്ത്രം, ഭക്ഷണം, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിലെന്ത് ചെയ്തു?
അതൊന്നിട്ട് പറഞ്ഞാൽ മതി. സംഖ്യകൾ ഞാൻ എപ്പോൾ കമൻറ്റ് ഇടുമ്പോഴും ഈ വിഷയത്തിൽ എന്ത് ചെയ്തു എന്നുള്ളത് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് റോഡും പാലും വിമാനും തീവണ്ടിയൊക്കെ പറയേണ്ടത്. സാധാരണക്കാരായ ഇപ്പോൾ ഈ അടിസ്ഥാനപരമായി പിന്നെ പാവപ്പെട്ട ജനങ്ങൾ ഈ പെൻഷനൊക്കെ വാങ്ങണേ, ഇവരൊന്നും പോയി വിമാനത്തിൽ കയറാൻ കാത്തുകളൊന്നുമില്ലല്ലോ ഇവിടെ. ഓരൊക്കെ വോട്ടാണ് അങ്ങോട്ട് ഇങ്ങോട്ട് സർക്കാരിനെ മാറ്റി തിരിച്ചിടുന്നത്. അതുപോലെ കേരളയിൽ കയറാനൊന്നും ഇവരെ ആരും കാത്തുകിടല്ലോ. അതുകൊണ്ട് അത്തരം വാദങ്ങൾ പ്രസക്തികളൊക്കെ ഒഴിവാക്കി അടിസ്ഥാനപരമായിട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ എല്ലാ സർക്കാരുകളും ശ്രമിക്കണം. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ പാർട്ടിക്കാരനാണ് ഈ പാർട്ടിക്കാരനാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഇപ്പോൾ ഇവിടെ കെ സുധാകരൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ വണ്ടിക്ക് കായ് കൊടുക്കണ്ട. ഞാൻ അതിനോട് യോജിക്കണമെന്നില്ല. പിന്നെ മുഖ്യമന്ത്രിയുടെ വണ്ടിക്ക് കായ് കൊടുക്കാതെ ദുരിതാശ്വാസ നിധിക്ക് കായ് കൊടുക്കാതെ നമ്മളെങ്ങോട്ടാണ് കൊടുക്കുന്നത്? ഇനി സുധാകരൻ എടുത്ത് കൊടുത്താൽ അത് അതിനേക്കാളും വലിയ ആരോപണക്കാരെ പാർട്ടി കോൺഗ്രസ് കൊണ്ടുപോയി വെട്ടെടുത്തുകൊണ്ടേ. അപ്പോൾ ഏറ്റവും നല്ല ഭരിക്കുന്ന സർക്കാരാണ്. അതിൽ അപാകതകളുണ്ടെങ്കിൽ നമുക്ക് രംഗത്തേക്ക് വരാം, സമരം ചെയ്യുക, പ്രക്ഷോഭം നടത്തുക, നിയമപരമായ നീക്കങ്ങളൊക്കെ ചെയ്യുക. അതല്ലേ നമ്മൾ നോക്കേണ്ടത്. അതല്ലാതെ എല്ലാവരും കൈക്കട് വരുന്ന വേണ്ടി ഇത് കോടിക്കണക്കിന് പേര് തട്ടിപ്പ് നടക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ വി ഡി സതീശൻ ആ സമയം പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് കൊടുക്കാമല്ലോ രമേശ് ചെന്നിത്തലയും പറഞ്ഞു. അതിന് CPM സ്വാഗതം ചെയ്ത് എന്താ വെച്ചാൽ പോലെ സഹായിക്കുന്ന കാര്യമായിട്ട് ഒരു സ്വാഗതം ചെയ്തിട്ടോ. ഇല്ലെങ്കിൽ ഒക്കെ പാട് തനി കൂടെ കയറുക വേറെ കാര്യം, നമ്മളിപ്പോൾ ഇതൊക്കെ കാണുകയാണല്ലോ. അപ്പോൾ അതിനെ CPM സ്വാഗതം ചെയ്തത് ആ നല്ല നിലയ്ക്ക് പോയിക്കോട്ടെ. കാരണം ഇവിടെ 100-400 കുടുംബങ്ങളും മനുഷ്യരും വീടും കുടിയും സൗകര്യവും മണ്ണ് വരെ ഇപ്പോൾ തിരഞ്ഞാൽ കാണില്ല. അതുവരെ ഒഴിച്ചു പോയ ഈ സാഹചര്യത്തിൽ നമ്മളിനി അതിൻ്റെ പേരിലൊന്നും അടി കൂടാൻ നിൽക്കണ്ട. ഇപ്പം നമ്മൾ സ്വരൂപിച്ചെടുത്തൊരു ഐക്യം ഉണ്ടല്ലോ, ആ ഐക്യം നിലനിർത്താൻ നോക്കുക. നാളെ നമ്മുടെ മക്കൾക്ക് നമ്മളൊരു മാതൃകയാണ്, നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് ആയിരിക്കണം ഈ ഐക്യം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ ഈ അർജുനെ കാണാനല്ലാതെ ഡെയിലി നേരം പോയിട്ട് ഉച്ചക്കൊക്കെ TV തന്നെ അപ്പോൾ ഇതിങ്ങനെ കേട്ടിത്തിർക്കോ കിട്ടിയോ ലോറിൻ്റെ അവിടെ വന്ന് അവിടെ വന്നാണ് ലോറി അടുത്തുണ്ടെന്നൊക്കെ പറയുമ്പോഴേ ഇവിടുത്തെ ഇങ്ങനെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പറയാം ഒന്ന് കിട്ടിയാൽ മതി, കിട്ടുന്നത് ജീവനോടെ കിട്ടിയാൽ മതി. അർജുൻ നമ്മളെ അടിയാനോ നമ്മളെ പങ്ങളെ കെട്ടിയനോ നമ്മളെ കുടുംബത്തിലുള്ളതൊന്നുമല്ല. പക്ഷെ അതിലേറെ അപ്പുറത്ത് മനുഷ്യൻ അല്ലേ, നമ്മളെപ്പോലെ ഒരു മനുഷ്യൻ, ആ ഒരു ചിന്തയിലാണല്ലോ നമ്മുടെ ജീവിതം. അതാണ് നമ്മൾ വിശ്വസിക്കുന്നതും. അതുകൊണ്ടാണ്. അപ്പം എൻ്റെ പേരക്കുട്ടിൻ്റെ ചെറിയ പേരക്കുട്ടി 4 ദിവസം നിൽക്കാൻ വന്നാൽ ഇടയ്ക്കൊന്നാണ് കഴിച്ചാൻ പോകും. ഇടയ്ക്കൊന്ന് പാഞ്ഞ് നിന്നിട്ട് ഇപ്പം ഓനെ കിട്ടി ചോദിച്ചു. ആലോചിച്ചു എത്ര മോനെ കിട്ടി. അപ്പോൾ ആ പൈ പോയാൽ മോനെ കിട്ടി വെച്ചു ആടനെ പോവും. പിന്നെ TV-ൻ്റെ റിമോട്ടൊക്കെ വാങ്ങി ഓമ്പടെ കുത്തിർന്ന് കാണ്ടി ഒറ്റയ്ക്ക് തീർട്ട് പക്ഷോനെ മോനെ ജീവനോടെ കിട്ടിയാൽ മതി. ഞാൻ ആ വീഡിയോ നിങ്ങളിട്ടൊന്ന് പങ്കുവെക്കണം. ചെറിയ കുറച്ച് ഒരു 10-20 സെക്കൻഡേ ഉള്ളൂ. ആ വീഡിയോ ഞങ്ങൾ നിങ്ങളിട്ടുന്നു. അപ്പം ഞാനീ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ പറയുക, നമ്മളെ ഈ ഐക്യം നമ്മുടെ വരും തലമുറയ്ക്ക് മാതൃകയാട്ടെ. ഒറ്റക്കെട്ടായിട്ട് ഇത്തരം ദുരന്തങ്ങൾ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ പോരാടുക. ഈ ഐക്യം തകർക്കാൻ നോക്കുക. ഈ ഐക്യം തകർക്കാൻ നമ്മളെ കൂട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു വിഭാഗമുണ്ട്. നമ്മൾ ഐക്യത്തോടെ നിന്നാൽ അവർ പരാജയപ്പെടും. അത് നോക്കണമെങ്കിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഐക്യത്തോടെ നിന്നാലേ പരാജയപ്പെട്ടത് ആരാധികൾ തനി വർഗീയവാദികളിവിടെ പരാജയപ്പെടും. ഓരിക്കൂടെ ആസ്ഥാനമില്ലാതെയാവും. അപ്പം നമ്മൾ ഐക്യത്തോടെ നിൽക്കാക്കൽ ഒരാവശ്യമാണ്. അതുകൊണ്ട് ആ തകർക്കാൻ വരുന്നവരെ ദൂരെറിയുക. TJ മോഹൻദാസ് ആ വർഗീയ വിഷം, ആ ചെറ്റ അത് RSSൻ്റെ മൂത്താപ്പിയാണ്. RSSൽ ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. RSSകാരെ എല്ലാവരും ഞാൻ കുറ്റം പറയില്ല. BJP ഞാൻ എല്ലാവരും കുറ്റം പറയില്ല. അതിലൊക്കെ നല്ല നല്ല ആളുകളുണ്ട്. പിന്നെ എല്ലാവരും ഒരേ ഒറ്റക്കെട്ടായിട്ട് പോകണം, നല്ല നിലക്ക് പോകണം, വർഗീയതല്ലാതെ പോകണമെന്നൊക്കെ പറയുന്നത് 100 കണക്കിന് 1000 കണക്കിന് ആളുകൾ അതിലുണ്ട്. പക്ഷെ കൊടും വർഗീയവാദികളതിലുണ്ട്. അതിൽ പെട്ടതാണ് ഈ TJ മോഹൻദാസ്. ഈ ജാതി ചെറ്റകൾ വരുമ്പോൾ ചവിട്ടി പുറത്താക്കുക, വേറെ എല്ലാം കൂട്ടിപ്പിടിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടത്. ഞാൻ ആ കുട്ടിയുടെ വീഡിയോ ഒന്ന് നിങ്ങളിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഈ അപകടവേളയിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ലോറിക്കുള്ളിൽ തന്നെ അർജുനുണ്ടോ എന്നത് ഉറപ്പാക്കുന്നതിന് ലോറിയുടെ ക്യാബിനടുത്തേക്ക് നാവികർ എത്തുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പഠിച്ചോനെ കാക്കന്നെ ഇയാളെ ജീവനോനെ കിട്ടണേ. അപ്പം ഞാൻ പറയണത് എന്താ നിങ്ങൾ, അപ്പം നമ്മൾ ഇന്ന് നേടിയെടുത്ത ഈ ഐക്യം, ഈ ഒറ്റക്കെട്ട്, ഈ സ്നേഹം, ഈ കരുത്ത്, ഈ കരുണ, അത് നാളെ നമ്മളെ വരും തലമുറക്ക് ഒരു മാതൃകയാക്കി വരും തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ആട്ടത്. അതുകൊണ്ട് ഒത്തൊരുമയോട് കൂടി നമ്മൾ മുന്നോട്ടേക്ക് പോവുക. ബാക്കിയുള്ളതൊക്കെ മാറ്റിക്കുക, നമ്മളെ പ്രശ്നങ്ങളൊക്കെ മാറ്റിക്കുക, ഒത്തൊരുമയോട് കൂടി മുന്നോട്ട് പോവുക. അവിടെ ഇനിയും ഒരുപാട് ആളുകളെ
ബോഡി വരെ കിട്ടാനുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും അവിടെ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്കായിട്ട് എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ആ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുക. ആ വിഷയത്തിൽ ഒരുപാട് ഒരു സംഘടന ഒന്നുമല്ല, SDPI ഉണ്ട്, മുസ്ലിം യൂത്ത് ലീഗ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, DYFI ഉണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്, എല്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ എല്ലാവരും വീഡിയോ ഞാൻ കണ്ടു. ഒരുപാട് ആളുകൾ പുഴയിലൂടെ നീന്തിക്കിടക്കുന്നതും വളരെയധികം പ്രയാസപ്പെട്ട് മുന്നിൽ മരണം കണ്ടുകൊണ്ട് വരെ പണിയെടുക്കുന്ന SDPIൻ്റെ പ്രവർത്തകരും ഒക്കെ ഞാനതിൽ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ SDPI, ലീഗ്, കോൺഗ്രസ്, CPM, DYFI അതിനല്ല പ്രസക്തി. പകരം മനുഷ്യൻ നമ്മൾ ഒറ്റക്കെട്ടാണ്, നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഒന്നാകും. അതാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരുമ എന്നും ഉണ്ടാട്ടെ, അത് നിലനിർത്തി പോകണം. വയനാടിന് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, ഒറ്റക്കെട്ടായിട്ട് പ്രാർത്ഥിക്കാം.